മധുരമൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ ദാണ്ട് കട്ടയൊക്കെ ഏതാണ്ട് മാറ്റി ഇതുപോലെ അപ്പോൾ തന്നെ കണ്ടല്ലേ കളറൊക്കെ കുറേ അങ്ങ് മാറിയിട്ടുണ്ട് ആ ക്രീമും കൂടെ ആയിട്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാലും നല്ല പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒന്നും ചേർക്കരുത്. ഇത് പപ്പായയാണ്, അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ കൂടുതലും ചേർക്കുന്നത് ഷമാമാണ്. അത് ഞാൻ ഒരു ബൗൾ നിറച്ച് കൊടുത്തിട്ടുള്ളൂ. പപ്പായ ഞാൻ അര ബൗൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ കിടന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. പൈനാപ്പിൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് വേവിച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് വേവിച്ചതിന് ശേഷം തണുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാമെന്നുണ്ട്. മുന്തിരി ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് ഇത്രയും സാധനം ഞാൻ ചേർത്ത് കൊടുത്ത്. ഇനി ദാണ്ട് ഇത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും ഞാൻ വേറെ മിക്സ് ആക്കി